നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റം. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് റാസ്റ്റർ സ്കാൻ സിസ്റ്റം നോക്കാം. ഇൻ അഡീഷൻ ടു ദ CPU, a special purpose processor called video controller or display controller is used to control the operations of the display device. ഡിസ്പ്ലേ ഡിവൈസിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ CPU കൂടാതെ ഉള്ളൊരു സ്പെഷ്യൽ പേർപ്പസ് പ്രോസസ്സറാണ് വീഡിയോ കൺട്രോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ കൺട്രോൾ എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ എടുത്താൽ നമുക്ക് കാണാം. ഒരു സിസ്റ്റം ബസ് ഉണ്ട്, സോ അതിനോട് കണക്ട് ചെയ്ത ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ഒരു CPU ഉണ്ട്, CPU ദെൻ സിസ്റ്റം മെമ്മറി, ദെൻ ഒരു വീഡിയോ കൺട്രോളർ ഉണ്ട്, വീഡിയോ കൺട്രോളർ ദെൻ ഒരു മോണിറ്ററാണ് ഉള്ളത്. ഓക്കെ, സോ ഇവിടെ ഫ്രെയിം ബഫർ എന്ന് നമ്മൾ ഓൾറെഡി റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഫ്രെയിം ബഫർ ഉണ്ടാവും, ആ ഫ്രെയിം ബഫറിലായിരിക്കും പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത്. പിക്ചർ ഡെഫിനിഷൻ ഇൻറ്റൻസിറ്റി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ബീം നമ്മളെ സ്കാൻ ലൈനിലൂടെ സ്വീപ്പ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഈ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പിക്ചർ ഡെഫിനിഷന് യൂസ് ചെയ്ത് സോ എന്നിട്ടാകുമ്പോൾ ഓരോ സ്പോട്ടിലും, അതായത് നമ്മൾ ഇലക്ട്രോൺ ബീം സ്കാൻ ലൈനിൽ ഓരോ സ്പോട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി എത്രയാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പിക്ചർ ഡെഫിനിഷനാണ്. പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ആയിട്ടാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ. ഓക്കെ, സോ ഈ ഫ്രെയിം ബഫർ നമ്മളെ റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ സിസ്റ്റം മെമ്മറിയിലായിട്ടും അലോക്കേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, that is the frame buffer can be anywhere in the system memory and the video controller access the frame buffer to refresh the screen. സ്ക്രീൻ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കൺട്രോളർ ഈ ഫ്രെയിം ബഫർ സിസ്റ്റം മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് എ ഫിക്സഡ് ഏരിയ ഓഫ് ദ സിസ്റ്റം മെമ്മറി ഈസ് റിസർവ്ഡ് ഫോർ ദ ഫ്രെയിം ബഫർ ആൻഡ് ദ വീഡിയോ കൺട്രോളർ ഈസ് ഗിവൺ ഡയറക്റ്റ് ആക്സസ് ടു ദ ഫ്രെയിം ബഫർ മെമ്മറി. നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അതായത് സിസ്റ്റം മെമ്മറിയിൽ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ഏരിയ നമ്മളെ ഫ്രെയിം ബഫറിന് വേണ്ടിയിട്ട് അവിടെ ലൊക്കേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, റിസർവ് ചെയ്ത് വെക്കും. സോ ഈ ഫ്രെയിം ബഫറിനുള്ള ഫിക്സഡ് ഏരിയ ഉണ്ടാവും. സോ ഈ ഫ്രെയിം ബഫറിന് വീഡിയോ കൺട്രോളിന് ഡയറക്റ്റായിട്ട് ഈ ഫ്രെയിം ബഫറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ a frame buffer locations and the corresponding screen positions are referenced in a Cartesian coordinate. ഫ്രെയിം ബഫറിൻ്റെ ലൊക്കേഷൻസും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയ സ്ക്രീൻ പൊസിഷൻസും നമുക്ക് എവിടത്തേക്ക് റെഫറൻസ് ചെയ്യാം, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ റെഫറൻസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അറിയാം, നമുക്ക് XY ആക്സിസ് ഉള്ളതായിരിക്കും നമ്മളെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഓക്കെ, ഫോർ മെനി ഗ്രാഫിക് മോട്ടേഴ്സ് ദ കോർഡിനേറ്റ് ഒറിജിൻ ഈസ് ഡിഫൈൻഡ് അറ്റ് ദ അപ്പർ ലെഫ്റ്റ് ഓഫ് ദ സ്ക്രീൻ കോർണേഴ്സ്. നമുക്ക് സാധാരണ നമ്മൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വരയ്ക്കുക എവിടെയാണ്, അതായത് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എപ്പം താഴെ, അതായത് ബോട്ടത്തിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ബട്ട് ഒരു ഗ്രാഫിക് പോയിൻറ്ററിൻ്റെ കേസിൽ എപ്പോഴും അതിൻ്റെ നമ്മളതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ ഒറിജിൻ ഡിഫൈൻ ചെയ്യുക എവിടത്തേക്ക്, അപ്പർ ലെഫ്റ്റ് സ്ക്രീൻ കോർണറിലായിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, സാധാരണ കേസിൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവില്ല അല്ലേ. സോ ഒരു ഗ്രാഫിക്സ് മോണിറ്റർ ആണെങ്കിൽ, ഇതൊരു ഗ്രാഫിക് മോണിറ്റർ ആണെങ്കിൽ ഓക്കെ, ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക, ഇതുപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു കേസിൽ നോർമൽ നമ്മൾ വരക്കുന്ന കേസിൽ ഇതായിരിക്കും ഇതിൻ്റെ ഒറിജിൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രാഫിക്സ് മോണിറ്റർ എവിടെയായിരിക്കും ഈ, അതായത് നമ്മൾ പറഞ്ഞു ദാ ഫോർ മെനി ഗ്രാഫിക്സ് മോണിറ്റർ ദ coordinate origin is defined at the upper left screen corner. അപ്പറിൽ ലെഫ്റ്റ്, ഇത് അപ്പർ ലെഫ്റ്റ് സ്ക്രീൻ കോർണറിലായിരിക്കും എന്തുണ്ടാവാം, നമ്മളെ ഒറിജിൻ ഉണ്ടാവും, കോർഡിനേറ്റിൻ്റെ ഒറിജിൻ ഉണ്ടാവാം. ഓക്കെ, സ്കാൻ ലൈൻസ് ആർ ദെൻ ലാബിൾഡ് ഫ്രം Y max at the top. യെസ്, സ്കാൻ ലൈൻസ് നമ്മൾ സാധാരണ നമ്മൾ ഈ ഒരു കേസിലെന്ന് 0 to X max എന്നിട്ടുണ്ടാവും അല്ലേ. ഇവിടെ 0 to Y, ഇതാണ് Y max. ഇതായിരിക്കും നമ്മൾ സാധാരണ കേസിൽ ഒരു കോർഡിനേറ്റ് നമ്മൾ ലാബിൾ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇവിടെ നമ്മൾ എങ്ങനെ ലാബിൾ ചെയ്യുന്നത്, യെസ്, സ്കാൻ ലൈൻസ് ആർ ദെൻ ലാബിൾഡ് ഫ്രം Y max at the top. ടോപ്പിൽ എന്താണ്, ടോപ്പിൽ Y maxും ഓക്കെ at the top of the screen to 0 at the bottom. X Y, ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ്.
ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതിന് ടോപ്പ് സാധാരണ കേസിൽ വൈൻ്റെ ആയാലും എക്സിൻ്റെ ആയാലും ഒറിജിൻ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഇതുപോലെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒറിജിൻ, അതായത് വൈൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് വൈ മാക്സും ദെൻ അതിൻ്റെ താഴേക്ക് പോകുന്നതിന്, അതായത് വൈൻ്റെ ടോപ്പ് അത് ഇവിടെ വൈ മാക്സും താഴേക്ക് പോകുന്നതിന് അതെന്താവും ഇവിടെ 0, ഏറ്റവും ബോട്ടത്തിൽ 0 ആവും. ഓക്കെ, എക്സിൻ്റെ കേസിലോ ഓക്കെ ഇവിടെ ദ സ്കാൻ ലൈൻസ് ആർ ദെൻ ലാബിൾഡ് ഫ്രം വൈ മാക്സ് അറ്റ് ദ ടോപ്പിൽ വൈ മാക്സ് ലാബിൾ ചെയ്തു ഓഫ് ദ സ്ക്രീൻ ടു 0 അറ്റ് ദ ബോട്ടം എത്തുമ്പോൾ ഇവിടെ 0 ആയിരിക്കും. അതായത് വൈൻ്റെ കേസിൽ വൈ കോർഡിനേറ്റ് ഡിഗ്രിമെൻറ്റ് ചെയ്യുക ചെയ്യാം. ഓക്കെ, ഓരോന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രിമെൻറ്റ് ചെയ്ത് വരിക ചെയ്യാം. അലോങ് ദ സ്കാൻ ലൈൻ, അതായത് എക്സ് കോർഡിനേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇതാണ് എക്സ് കോർഡിനേറ്റ് അല്ലേ. സോ എക്സ് കോർഡിനേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അലോങ് ഈച്ച് സ്കാൻ ലൈൻ ദ സ്ക്രീൻ പിക്സൽ പൊസിഷൻസ് ആർ ലാബിൾഡ്. എക്സ് കോർഡിനേറ്റ് കേസിലാണെങ്കിൽ ഇതാ ഇവിടെ 0, എക്സിൻ്റെ ഇവിടെ 0, ലാസ്റ്റ് നമ്മൾ ഏറ്റവും റൈറ്റ് മോസ്റ്റിലേക്ക് പോകുമ്പോൾ എക്സ് മാക്സ് വരെയും ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇവിടെ കോർഡിനേറ്റ്സിൻ്റെ മാർക്കിങ്. അതായത് സ്ക്രീൻ ഇതുപോലെയാണെങ്കിൽ നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത് അപ്പർ ലെഫ്റ്റ് സ്ക്രീൻ കോർണറിലായിരിക്കും. സോ ഇത് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആണ്. ഫസ്റ്റ് വൈ ആക്സിൽ ടോപ്പിൽ വൈ ആക്സിസ് വൈ മാക്സ് ആയിരിക്കും, ദെൻ അത് ബോട്ടത്തിലേക്ക് വരുമ്പം ലാസ്റ്റ് 0 ആവും. സോ എക്സിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് 0ഉം സ്റ്റാർട്ടിങ് 0ഉം ലാസ്റ്റ് വൈ മാക്സോ വരുക. സോ ഇങ്ങനെയായിരിക്കും നമ്മളെ കാർട്ടീഷ്യൻ്റെ ലാബിൽ. ഓക്കെ, 2 registers are used to store the coordinates of the screen pixel. സ്ക്രീൻ പിക്സലിൻ്റെ കോർഡിനേറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 2 registers ഉണ്ടാവുക. ഇനീഷ്യലി ദ എക്സ് രജിസ്റ്റർ, ഫസ്റ്റ് ഒരു എക്സ് രജിസ്റ്ററും ഒരു വൈ രജിസ്റ്ററും നമുക്ക് തന്നിരിക്കുന്ന ഫിഗറൊക്കെ കാണാം. അതായത് കോർഡിനേറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു സ്റ്റോർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സ്ക്രീൻ പിക്സലിൻ്റെ കോർഡിനേറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 രജിസ്റ്റേഴ്സ് ഉണ്ടാകും. ഒന്ന് എക്സ് രജിസ്റ്ററും ഒന്ന് വൈ രജിസ്റ്ററും. വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനും എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇനീഷ്യലി എക്സ് രജിസ്റ്റർ ഈസ് സെറ്റ് ടു 0. ഫസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതായത് എക്സിൻ്റെ ഒറിജിൻ പറയുന്നത് 0 ടു എക്സ് മാക്സ് ആണ്, വൈൻ്റെ ഒറിജിൻ പറഞ്ഞാൽ വൈ മാക്സ് ടു 0 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ ഇനീഷ്യലി എക്സ് രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ഉം വൈ രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈ മാക്സും ആയിരിക്കും. ഓക്കെ, ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ഫ്രെയിം ബഫർ ഫോർ ദിസ് പിക്സൽ പൊസിഷൻ, ഈ പിക്സൽ പൊസിഷന് വേണ്ടി സ്റ്റോർ ചെയ്ത വാല്യൂ ഈസ് ദെൻ റിട്രീവ്ഡ് ആൻഡ് യൂസ് ടു സെറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ CRT ബീം. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ത് ചെയ്യും, റിട്രീവ് ചെയ്തിട്ട് ദെൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളെ CRT ബീമിൻ്റെ ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാല്യൂ യൂസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം. The value stored in the frame buffer for this pixel position is then retrieved and used to set the intensity of the CRT beam. Then the register is incremented by 1 and the process repeated for the next pixel on the top of the scan line. സോ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി നമ്മളെ എക്സിൻ്റെ വാല്യൂ 0ഉം ടു എക്സും ഇതോ വൈൻ്റെത് വൈ മാക്സ് ടു 0 ആയിരിക്കും എന്നും പറഞ്ഞു. ഓക്കെ, സോ ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ഫ്രെയിം ബഫർ ഫോർ ദിസ് പിക്സൽ പൊസിഷൻ ഈസ് ദെൻ റിട്രീവ്ഡ് ആൻഡ് യൂസ് ടു സെറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ CRT ബീം. ദെൻ ദ എക്സ് രജിസ്റ്റർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ ഫസ്റ്റ് എക്സ് രജിസ്റ്റർ എന്നായിരിക്കും 0 ആയിരിക്കും. സോ വൈൻ്റെത് എന്തായിരിക്കും, വൈ അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നില്ല, വൈൻ്റെ വാല്യൂ വൈ മാക്സിൻ്റെ ആയിരിക്കും. എക്സിൻ്റെ ഇപ്പം ഈ ഒരു പൊസിഷനിൽ എക്സിൻ്റെ മീൻസ് ഫസ്റ്റ് സ്കാൻ ലൈൻ നമ്മൾ നോക്കി, ഫസ്റ്റ് സ്കാൻ ലൈനിൽ എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് തന്നെ ഉണ്ടാവുക, ദെൻ വൈൻ്റെതും വൈ മാക്സും. ദെൻ സെക്കൻഡ് സ്പോട്ട് നോക്കിയാൽ അവിടെ എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും, ബട്ട് വൈ മാക്സ് എന്തായിരിക്കും വൈ മാക്സിൻ്റെ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതായത് പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും, എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറും, വൈ മാക്സ് ഉണ്ടാവും. സോ ഒരു സ്ക്രീൻ ലൈൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്കാൻ ലൈനിലേക്ക് പോകും. അടുത്ത സ്കാൻ ലൈനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്തായിരിക്കും, വൈൻ്റെ വാല്യൂ അതായത് വൈ രജിസ്റ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും 1 വെച്ചിട്ട് ഡിഗ്രിമെൻറ്റ് ചെയ്യും. സോ വൈ മാക്സ് -1 ആയിരിക്കും അടുത്തത്.
സോ എക്സിൻ്റെ വാല്യൂ 0, ദെൻ എക്സിൻ്റെ വാല്യൂ 1 ആവും, എക്സിൻ്റെ വാല്യൂ 2 ആവും, ദെൻ വൈൻ്റെ വാല്യൂ എന്നേക്കും വൈ മാക്സ് -1 എന്നേക്കും നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് വരും. ഓക്കെ, സോ അതാ ഇവിടെ പറയുന്നത്. ദെൻ ദ എക്സ് രജിസ്റ്റർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ദ പ്രോസസ് റിപ്പീറ്റഡ് ഫോർ ദ നെക്സ്റ്റ് പിക്സൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്കാൻ ലൈൻ. യെസ്, വൈൻ്റെത് വൈ മാക്സ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് സ്കാൻ ലൈൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വൈൻ്റെ രജിസ്റ്ററിൽ വൈ മാക്സ് തന്നെ ആയിരിക്കും. ദെൻ എക്സ് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്തെടുക്കും. എക്സിൻ്റെ വാല്യൂ എക്സ് രജിസ്റ്ററിൽ എക്സിൻ്റെ വാല്യൂ 1, 0, ദെൻ 1, 2 അങ്ങനെ വന്നിട്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് ഫസ്റ്റ് സ്കാൻ ലൈൻ. നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് വരുമ്പം വൈ മാക്സ് എന്താവും, വൈ മാക്സ് -1 ആവും, എക്സിൻ്റെത് 0, ദെൻ അടുത്ത ഇതിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, എക്സ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും അലോങ് ദ സ്കാൻ ലൈൻ. ഒരു സ്കാൻ ലൈൻ്റെ അലോങ് ആയിട്ട് പോകുമ്പോൾ, അതായത് ഹൊറിസോണ്ടലായിട്ട് പോകുമ്പം എക്സ് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ വൈ എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, സോ then the x register is incremented by 1 and the process repeated for the next pixel on the top scan line. This procedure is repeated for each pixel along the scan line. Along the scan line procedure repeating. Okay, so along the scan line y and them change cheyula, x and them 1 vechittu increment cheyum along the scan line means horizontal light. X inde value increment cheyum, y and them fixed aayikkum. But നമ്മൾ നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് പോകുമ്പോൾ എന്നായിരിക്കും വൈൻ്റെ വാല്യൂ 1 വെച്ചിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യും, എക്സ് അവിടെ എന്ത് ചെയ്യും, എക്സ് അലോങ് പോകുമ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ആഫ്റ്റർ ദ ലാസ്റ്റ് പിക്സൽ ഓൺ ദ ടോപ്പ് സ്കാൻ ലൈൻ ഹാസ് ബീൻ പ്രോസസ്ഡ്, ദ എക്സ് രജിസ്റ്റർ ഈസ് റീസെറ്റ് ടു 0 ആൻഡ് വൈ രജിസ്റ്റർ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ after the last pixel on the top scan line has been processed means ഒരു ടോപ്പ് സ്കാൻ, ഇത് ടോപ്പ് സ്കാൻ ലൈൻ ആണ്. സോ അതിനകത്തിൽ ഓരോ പിക്സലും നമ്മൾ പ്രോസസ് ചെയ്യും. സോ ഓരോ പിക്സലും പ്രോസസ് ചെയ്യുമ്പോൾ വൈൻ്റെ എന്ത് ചെയ്യും, വൈൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, വൈ മാക്സിൽ തന്നെ നിൽക്കും. ബട്ട് എക്സിൻ്റെ എന്ത് ചെയ്യും, എക്സ് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. സോ നമ്മളെന്ത് ചെയ്യും, ആ ടോപ്പ് സ്കാൻ ലൈൻ്റെ ഏറ്റവും ലാസ്റ്റത്തിൽ എൻഡിലെത്തിയാൽ ആഫ്റ്റർ ദ ലാസ്റ്റ് പിക്സൽ ഓൺ ദ ടോപ്പ് സ്കാൻ ലൈൻ്റെ ലാസ്റ്റ് പിക്സലും നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ the x register is reset. Yes, so ഇപ്പം എന്ത് ചെയ്യും, എക്സ് രജിസ്റ്ററിന് 0 ആയിട്ട് റീസെറ്റ് ചെയ്യും. വൈ രജിസ്റ്ററോ, അതായത് എക്സ് രജിസ്റ്ററിന് 0 ആയിട്ട് റീസെറ്റ് ചെയ്യും, വൈ രജിസ്റ്റർ 1 വെച്ച് ഡിക്രിമെൻറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്കാൻ ലൈൻ ഫുള്ളായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് പോകും. സോ നമ്മൾ സ്കാൻ ലൈനിലേക്ക് താഴേക്ക് പോകുന്നതിന് നമ്മൾ വൈൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. ഫസ്റ്റ് വൈ മാക്സ് ഉണ്ടാവുക, ദെൻ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും, വൈ മാക്സ് -1 ആയിരിക്കും. വൈൻ്റെ വാല്യൂ വൈ രജിസ്റ്റർ 1 വെച്ചിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യും. എക്സിന് എന്തായിരിക്കും, റീസെറ്റ് ടു 0 ആയിട്ട് തന്നെ റീസെറ്റ് ചെയ്യും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിൽ ഇതുപോലെ ഓരോ പിക്സലിനും നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. ഓരോ പിക്സലിനും പ്രോസസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ ഓരോ പിക്സലിനും പ്രോസസ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഫസ്റ്റ് 0 ആണെങ്കിൽ നെക്സ്റ്റ് 1 ആവും, 2 ആവും, അങ്ങനെ ആ ഒരു എൻറ്റയർ സ്കാൻ ലൈൻ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്. Pixel along and the Y register is decremented by 1. The pixel along this scan line are then processed in turn and the procedure is repeated for each scan line. So ഈ procedure ഓരോ സ്കാൻ ലൈനിലും റിപ്പീറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് സ്കാൻ ലൈൻ വരുമ്പോഴോ മീൻസ് ഈ ഒരു സെക്കൻഡ് സ്കാൻ ലൈൻ നമ്മൾ ഫുള്ളായിട്ട് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്ററിൻ്റെ ഇത് അതായത് എക്സ് രജിസ്റ്റർ 0 ആയിട്ട് റീസെറ്റ് ചെയ്യും. ദെൻ വൈ രജിസ്റ്റർ വരും. വൈ രജിസ്റ്റർ മീൻസ് നമ്മൾ നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് വരും. സോ എഗെയിൻ വൈ രജിസ്റ്റർ എന്ത് ചെയ്യും, 1 വെച്ചിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യും. സോ അതിന് നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, അലോങ് ദ സ്കാൻ ലൈൻ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, then after cycling through all pixels along the bottom scan line, yes, എല്ലാ സ്കാൻ ലൈനും എല്ലാം നമ്മൾ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈൻ എത്തും. ദാറ്റ് ഈസ് ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈൻ വൈൻ്റെ വാല്യൂ ആയിരിക്കും y = 0, എക്സ് മാക്സും ആയിരിക്കും അല്ലേ. ആഫ്റ്റർ സൈക്ലിംഗ് ത്രൂ ഓൾ പിക്സൽസ് അലോങ് ദ ബോട്ടം സ്കാൻ ലൈൻ y = 0. The video controller resets the register to the first pixel. Yes, video controller എന്ത് ചെയ്യും, രജിസ്റ്ററിനെ ഫസ്റ്റ് പിക്സലിലേക്ക് റീസെറ്റ് ചെയ്യും. അതായത് ഏറ്റവും അവസാനത്തെ സ്കാൻ ലൈൻ കൂടി പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് അവസാനത്തെ സ്കാൻ ലൈൻ പ്രോസസ് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ ഇപ്പം 0ഉം എക്സ് എന്നേക്കും എക്സ് മാക്സ് ആയിരിക്കും ഉണ്ടാവും അല്ലേ. സോ നമ്മൾ പറഞ്ഞു നമ്മൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ പഠിക്കുമ്പം നമ്മൾ ഒരു ടൈം മീൻസ്
ഫസ്റ്റ് സൈക്കിൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്കാൻ ലൈനെ നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ എടുത്തേക്കും സ്റ്റാർട്ടിങ് പൊസിഷനിൽ തന്നെ പോയിട്ട് എഗെയിൻ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇത് ആഫ്റ്റർ സൈക്ലിംഗ് ത്രൂ ഓൾ ദ പിക്സൽസ് അലോങ് ദ ബോട്ടം സ്കാൻ ലൈനിൽ വരെ എത്തിയാൽ ബാക്കിയെല്ലാം നമ്മൾ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആയിരിക്കും. ദ വീഡിയോ കൺട്രോളർ റീസെറ്റ്സ് ദ രജിസ്റ്റേഴ്സ് ടു ദ ഫസ്റ്റ് പിക്സൽ പൊസിഷൻ on the top scan line and refresh process starts over. Yes, ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈൻ വരെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കൺട്രോളർ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയുള്ളത് അതുപോലെ അതിൻ്റെ വാല്യൂസ് റീസെറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. ദെൻ എഗെയിൻ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ രജിസ്റ്റർ എന്ത് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈൻ കൂടി പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ എന്തായിട്ട് റീസെറ്റ് ചെയ്യും, ഫസ്റ്റിലുണ്ടായല്ലോ. ഫസ്റ്റിൽ എങ്ങനെ ഉണ്ടായത്, എക്സിൻ്റെ വാല്യൂ 0ഉം വൈൻ്റെ വാല്യൂ വൈ മാക്സ് ആയിരിക്കും. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, റീഫ്രഷ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. റീഫ്രഷ് പ്രോസസ്സെല്ലാം നമ്മൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ പറഞ്ഞല്ലേ. എഗെയിൻ നമ്മൾ ഇതുപോലെ ഓരോ പിക്സൽസും ഫസ്റ്റ് സ്കാൻ ലൈനെ ഫുൾ സ്കാൻ ചെയ്യും, നെക്സ്റ്റ് സ്കാൻ ലൈനെ സ്കാൻ ചെയ്യും. സോ നെക്സ്റ്റ് അതേപോലെ ഏറ്റവും ലാസ്റ്റ് സ്കാൻ ലൈനെത്തും. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്കാൻ ലൈനിലേക്ക് റിഫ്രഷ് ചെയ്യും, എഗെയിൻ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, സോ ഇതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, വീഡിയോ കൺട്രോളറാണ്. ആഫ്റ്റർ സൈക്ലിംഗ് ത്രൂ ഓൾ പിക്സൽസ് അലോങ് ദ ബോട്ടം സ്കാൻ ലൈൻ y is equal to 0, the video controller resets the register to the first pixel position on the top scan line and refresh process starts over. To speed up pixel processing, the video controller can retrieve multiple pixel values from the refresh buffer on each pass. യെസ്, നമ്മൾ ഈ പിക്സൽ പ്രോസസ്സിങ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കൺട്രോളർ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ റിഫ്രഷ് ബഫറിന് ഡയറക്റ്റ് ആക്സസ് ആയിരിക്കുള്ള വീഡിയോ കൺട്രോളറിൽ. സോ നമ്മൾ ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കൺട്രോളർ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ പിക്സൽസ് അറ്റ് എ ടൈം എന്ത് ചെയ്യും, റിഫ്രഷ് ബഫറിന് നമ്മൾ എന്ത് ചെയ്യും, റിട്രീവ് ചെയ്യും. Okay, the multiple pixel intensities are then stored in a separate register. Yes, ഈ മൾട്ടിപ്പിൾ പിക്സൽ മീൻസ് അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യും, ഒരു പിക്സൽ ഇൻറ്റൻസിറ്റിയെ വേണ്ടു. പക്ഷേങ്കിൽ നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്പിൾ പിക്സൽ ഇൻറ്റൻസിറ്റി നമ്മൾ ഫ്രെയിം ബഫറിനത് വീഡിയോ കൺട്രോളർ റിട്രീവ് ചെയ്തിട്ടാകുമ്പം അത് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും, ഒരു സെപ്പറേറ്റ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. Yes, the multiple pixel intensities are then stored in a separate register and used to control the CRT beam intensity. Yes, എന്നിട്ട് ഇത് CRT beam intensity കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും ഫോർ എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് പിക്സൽസ്. യെസ്, അഡ്ജസൻറ്റ് പിക്സൽസിൻ്റെ. സോ നമ്മളിപ്പം ഒരു ഫസ്റ്റ് സ്കാൻ ലൈൻ നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ സോ ഫസ്റ്റ് സ്കാൻ ലൈൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ എടുത്തിട്ട് നമ്മൾ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്കാൻ ലൈൻ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്കാൻ ലൈൻ്റെ ഗ്രൂപ്പ് ഓഫ് ഇൻറ്റൻസിറ്റി മീൻസ് അതിൻ്റെ പിക്ചർ ഡെഫിനിഷൻ എന്ത് ചെയ്യും, റിഫ്രഷ് ബഫറിൽ നിന്ന് എടുത്തിട്ട് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും, രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, വെൻ ദാറ്റ് ഗ്രൂപ്പ് ഓഫ് പിക്സൽസ് ഹാസ് ബീൻ പ്രോസസ്ഡ്, ആ ഗ്രൂപ്പ് ഓഫ് പിക്സൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് പിക്സൽ വാല്യൂസ് റിട്രീവ്ഡ് ഫ്രം ദ ഫ്രെയിം ബഫർ. ഫസ്റ്റ് നമ്മൾ എടുത്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് പിക്സൽ വാല്യൂസ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പിക്സൽ വാല്യൂസ് എടുക്കും, അടുത്ത ഗ്രൂപ്പ് ഓഫ് പിക്സൽ വാല്യൂസ് എടുക്കും. അതിപ്പോൾ നമ്മൾ അലോങ് ദ സ്കാൻ ലൈൻ നമ്മൾ എന്ത് ചെയ്തു, സ്കാൻ ചെയ്യുന്നത് നോക്ക്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ അലോങ് ഒരു സ്കാൻ ലൈനിൻ്റെ പിക്സൽ വാല്യൂസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, എടുത്തിട്ട് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ആ ഒരു ഫസ്റ്റ് സ്കാൻ ലൈൻ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് തിരിച്ചിട്ട് എവിടത്തേക്ക് തന്നെ വെക്കും, ഫ്രെയിം ബഫറിൽ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് നെക്സ്റ്റ് സ്കാൻ ലൈൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ടേക്ക് ചെയ്യും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്കാൻ ലൈന് സ്കാൻ ചെയ്യും അല്ലെങ്കിൽ പ്രോസസ് ചെയ്യും. ഓക്കെ, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യും. സോ ഇതുകൊണ്ട് എന്താണ് നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം രജിസ്റ്ററിൽ നമ്മൾ ഫ്രെയിം ബഫറിന് ആക്സസ് ചെയ്യുന്നതിനെക്കാട്ടും സ്പീഡിൽ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, രജിസ്റ്ററിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, the video controller can retrieve pixel intensities from different memory areas on different refresh cycles. In high quality systems, for example, 2 frame buffers are often provided so that one buffer can be used for refreshing while the other being used with the intensity values. High quality systemത്തിലൊക്കെ
2 ഫ്രെയിം ബഫേഴ്സ് യൂസ് ചെയ്യും. ഒരു ഫ്രെയിം ബഫറിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈൽ അതർ ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഒരു ഫ്രെയിം ബഫർ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫ്രെയിം ബഫർ ഇൻറ്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് ഹൈ ക്വാളിറ്റി സിസ്റ്റത്തിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ 2 ഫ്രെയിം ബഫേഴ്സ് ആർ ക്യാൻ സ്വിച്ച് റോൾസ്. യെസ്, ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു ഫ്രെയിം ബഫർ എന്ത് ചെയ്യും? റിഫ്രഷിന് വേണ്ടി യൂസ് ചെയ്യും. അടുത്ത ഫ്രെയിം ബഫർ ഇൻറ്റൻസിറ്റി വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ ഫ്രെയിം ബഫേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇപ്പം ഒരു ഫ്രെയിം ബഫർ ഇൻറ്റൻസിറ്റി വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ഫ്രെയിം ബഫർ എന്തിന് യൂസ് ചെയ്യും? റിഫ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. മീൻസ് നെക്സ്റ്റ് ഫ്രെയിം ബഫർ ഇൻറ്റൻസിറ്റി വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതാണ് പറയുന്നത്. ദെൻ ദ 2 ബഫേഴ്സ് ക്യാൻ സ്വിച്ച് റോൾസ്. അവർക്ക് അവരുടെ റോൾസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 2 ഫ്രെയിം ബഫേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫ്രെയിം ബഫർ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അടുത്ത ഫ്രെയിം ബഫർ ഇൻറ്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. നെക്സ്റ്റിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫ്രെയിം ബഫർ എന്ത് ചെയ്യും? ഇൻറ്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടും. മീൻസ് സെക്കൻഡ് ഫ്രെയിം ബഫർ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ ഈ ഫ്രെയിം ബഫേഴ്സിന് അവരുടെ റോൾസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. This provide a faster mechanism for generating real-time animation. Real-time animation provide ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെക്കാനിസം യൂസ് ചെയ്യാം. Okay, since different views of moving object can be successively loaded into the refresh buffer. Then നമ്മൾ ഇതിൻ്റെ അകത്ത് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ തന്നെ പഠിക്കാൻ പോകുന്ന റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ പ്രീപ്രോസസർ. Okay. The raster system containing a separate display processor, sometimes referred to as graphic controller അല്ലെങ്കിൽ display coprocessor എന്ന് പറയും. The purpose of the display processor is to free the CPU from graphic cores. Yes, CPU-നെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. In addition to the system memory, a separate display processor memory area can be provided. A major task of the display processor is digitizing a picture definition given in a application program into a set of pixel intensity value for storage in the frame buffer. Okay, ഈ പറയുന്ന ഡിസ്പ്ലേ പ്രോസസ്സറെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി കൊടുക്കുന്ന പിക്ചർ ഡെഫിനിഷൻസ് ഉണ്ടാവില്ലേ, അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് എന്തായിട്ട് മാറ്റും? ഒരു സെറ്റ് ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റി വാല്യൂ ആയിട്ട് മാറ്റും. അതായത് നമ്മുടെ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റി വാല്യൂ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാന്ന് ആരെ പണിയും? നമ്മൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ പ്രോസസ്സറെ പണി. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി നമ്മൾ കൊടുക്കുന്ന പിക്ചർ ഡെഫിനിഷനെ ഡിജിറ്റലൈസ് ചെയ്ത് അതിനെ ഒരു സെറ്റ് ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് ആയിട്ട് ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദിസ് ഡിജിറ്റൈസിങ് പ്രോസസ്സ്, ഈ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പിക്ചർ ഡെഫിനിഷൻ എന്ത് ചെയ്യും? ഇൻറ്റൻസിറ്റി വാല്യൂസ് ആയിട്ട് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും? ഫ്രെയിം ബഫറിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഡിസ്പ്ലേ പ്രോസസ്സർ ചെയ്യുന്നത്. ദെൻ ഓക്കെ, ഇനി നമുക്കിവിടെ ദ ആർക്കിടെക്ചർ ഓഫ് എ റാസ്റ്റർ സ്കാൻ സിസ്റ്റം വിത്ത് ഡിസ്പ്ലേ പ്രോസസ്സറുള്ളൊരു റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ നമുക്ക് ആർക്കിടെക്ചർ നോക്കാം. സോ ആർക്കിടെക്ചറിൽ ഒരു സിസ്റ്റം ബസ് ഉണ്ട്, അതിനോട് കണക്ട് ചെയ്ത ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. സോ ഒരു CPU ഉണ്ട്, CPUവിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഡിസ്പ്ലേ പ്രോസസ്സർ ഉണ്ട്. ഡിസ്പ്ലേ പ്രോസസ്സറിനോട് കണക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ പ്രോസസ്സർ മെമ്മറിയും ഫ്രെയിം ബഫറും ഉണ്ട്. ദെൻ ഒരു വീഡിയോ കൺട്രോളർ, ദെൻ മോണിറ്റർ. സോ പിന്നെ ഒന്ന് സിസ്റ്റം ബഫറിനോട് കണക്ട് ചെയ്തത് ഇത് സിസ്റ്റം മെമ്മറി ആട്ടോ. ഓക്കെ, ഇത് വീഡിയോ കൺട്രോളർ അല്ല, ഇത് സിസ്റ്റം മെമ്മറിയാണ്. ഓക്കെ, സോ ഒരു ഡിസ്പ്ലേ പ്രോസസ്സറുള്ള ഒരു റാസ്റ്റർ ഗ്രാഫിക് സിസ്റ്റത്തിൻ്റെ ഒരു ആർക്കിടെക്ചറാണ്. CPU, ഡിസ്പ്ലേ പ്രോസസ്സറിൻ്റെ അകത്തുനിന്നുണ്ട് ഡിസ്പ്ലേ പ്രോസസ്സർ മെമ്മറിയും ഫ്രെയിം ബഫറും ഉണ്ടാവും. ദെൻ വീഡിയോ കൺട്രോളർ ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും. ദെൻ പിന്നെ എന്തുണ്ടാവും? ഒരു സിസ്റ്റം മെമ്മറി ഉണ്ടാവും. ഓക്കെ, in an effort to reduce memory requirement in raster scan system. raster scan സിസ്റ്റത്തിൻ്റെ മെമ്മറി റിക്വയർമെൻറ്റ്, അതായത് അത്രയും നമുക്ക് മീൻസ് ഓരോ പിക്ചറിനെയും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി സ്റ്റോർ ചെയ്യണം. സോ അതിന് നമുക്ക് അത്രയും മെമ്മറി യൂസേജ് വരും. സോ ഈ മെമ്മറീൻ്റെ റിക്വയർമെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു മെത്തേഡ് ഉണ്ട്, നമുക്ക് നോക്കാം അതെന്താ ചെയ്യുന്നത്. One way to is in an effort to reduce the memory requirement in Raster system. One way to do this is ഈ മെമ്മറി റിക്വയർമെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടു സ്റ്റോർ ഈച്ച് സ്കാൻ ലൈൻ ആസ് എ സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ. ഓരോ സ്കാൻ ലൈനും നമ്മളൊരു സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഓരോ സ്കാൻ ലൈനും നമ്മളൊരു സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യും. ടു സ്റ്റോർ ഈച്ച് സ്കാൻ ലൈൻ ആസ് എ സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ. ഒരു ഇൻറ്റീജർ പെയറിൻ്റെ സെറ്റായിട്ട് നമ്മൾ ഓരോ സ്കാൻ ലൈനും സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഒരു പെയർ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീജർ പെയർ എന്ന് പറയുമ്പോൾ ആ പെയറിൻ്റെ അകത്ത് അത് മീൻസ് ഒരു സെറ്റിൽ എന്തുണ്ടാവും, പിന്നെ 2 നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ. സോ വൺ ഓഫ് ഈച്ച് പെയർ, ഓരോ പെയറിൻ്റെയും ഒന്നാമത്തെ നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ഇൻഡിക്കേറ്റ്സ് ആൻഡ് ഇൻറ്റൻസിറ്റി വാല്യൂ. യെസ്, നമ്മൾ പറഞ്ഞു ഓരോ സ്കാൻ ലൈനും നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഫസ്റ്റ് സ്കാൻ ലൈൻ ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ ആയിട്ട്, സെക്കൻഡ് സ്കാൻ ലൈൻ ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഓരോ പെയർ എടുത്താലും അതിനകത്ത് ഫസ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന്, മീൻസ് എത്ര ഇൻറ്റൻസിറ്റി ആണെന്നുള്ളതാണ് പിന്നെ ഫസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് നമ്പർ എന്തിനെ സ്പെസിഫൈ ചെയ്യും, ദ നമ്പർ ഓഫ് അഡ്ജസൻറ്റ് പിക്സൽസ് ഓൺ ദ സ്കാൻ ലൈൻ ദാറ്റ് ആർ ടു ഹാവ് ദാറ്റ് ഇൻറ്റൻസിറ്റി. യെസ്, ഈ ഇൻറ്റൻസിറ്റിയിലെ അഡ്ജസൻറ്റ് പിക്സൽസ് ഏതൊക്കെയാണെന്നുള്ളത് അതുകൂടെ റെപ്രസെൻറ്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം അടുത്തടുത്ത് സെയിം ഇൻറ്റൻസിറ്റി ഉള്ള പിക്സൽസാണ് ഉള്ളത് നിൽക്കുക. സോ അങ്ങനെയാണ് നമുക്ക് ആ സെയിം ഇൻറ്റൻസിറ്റിയിൽ വെവ്വേറെ സ്റ്റോർ ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ആ ഇൻറ്റൻസിറ്റിയും ദെൻ അതിൻ്റെ അഡ്ജസൻറ്റിൽ ആർക്കൊക്കെ ഈ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് അതെന്ത് ചെയ്യും, ഒരു പെയറായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് അവിടെ എങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അവിടെയുള്ള മെമ്മറി യൂസേജ് കുറക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ പിക്സലിൻ്റെയും ഇൻറ്റൻസിറ്റി സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്കാൻ ലൈൻ എടുക്കുകയാണെങ്കിൽ ആ സ്കാൻ ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയറായിട്ട് ഇതാക്കും. ആ സെറ്റ് ഓഫ് ഇൻറ്റീജർ പെയറിൽ ഒരു നമ്പർ ഇൻറ്റൻസിറ്റി ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യും. സെക്കൻഡ് നമ്പറോ, അതായത് ഏതൊക്കെ അഡ്ജസൻറ്റ് പിക്സലിലാണ് ഈ ഇൻറ്റൻസിറ്റി ഉള്ളത് അതായിരിക്കും സെക്കൻഡ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണ് സെയിം ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ഒറ്റൊരു പെയറായിട്ട് നമുക്ക് ഒരു പെയറിൽ നമുക്ക് ആ ഇൻറ്റൻസിറ്റിയിൽ ആ ഏരിയനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദിസ് ടെക്നിക്, ഈ ടെക്നിക്കിന് നമ്മൾ പറയുന്നത് റൺ ലെങ്ത് എൻകോഡിങ്. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ കൺസിഡറബിൾ സേവിങ് ഇൻ സ്റ്റോറേജ് സ്പേസ്. സ്റ്റോറേജ് സ്പേസിൻ്റെ നമുക്ക് വലിയൊരു എമൗണ്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ് അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ മാക്സിമം ഇപ്പോൾ സെയിം ഇൻറ്റൻസിറ്റിയിൽ വലിയൊരു ഏരിയ ആണെങ്കിൽ ആ ഓരോ പിന്നെ പിക്സലിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടി വരും. അതൊരു ജസ്റ്റ് ഒരു പെയറായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്താൽ മതി അല്ലേ. ഒരു സിംഗിൾ അത്രയും വേണ്ടു, അത്രയും കൺസ്യൂം ചെയ്യുന്നില്ല ഇത് മെമ്മറി. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പം സെയിം ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ഒരു സിംഗിൾ സ്പേസ് മീൻസ് ഒരു സിംഗിൾ പെയറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് സെയിം ഇൻറ്റൻസിറ്റിയുള്ള പിക്സൽസ് ആണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ആ ഇൻറ്റൻസിറ്റി നമുക്ക് എഴുതുക, ഏതാണ് ഇൻറ്റൻസിറ്റി, ദെൻ അതിൻ്റെ ഏതൊക്കെ അഡ്ജസ്റ്റൻ്റ് പിക്സൽസിന് ആ ഇൻറ്റൻസിറ്റി ഉള്ളത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒത്തിരി സ്പേസ്, അതായത് സ്റ്റോറേജ് സ്പേസ് ഇവിടെ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ മെത്തേഡ് നമ്മൾ റൺ ലെങ്ത് എൻകോഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, so that's all about Raster scan system. Thank you.